അപ്പോൾ ഈ വാർത്ത എനിക്ക് തോന്നുന്നു ജസീം ഓൾറെഡി കണ്ടിട്ടുണ്ടോ? ഇത് നമുക്ക് വായിക്കാനൊന്നുമില്ല. എന്താണ് ഇതിനകത്ത് പറയാനുള്ളത്? അതായത് ഇത്രയുള്ള ടൈറ്റിൽ ഖത്തർ ആ, ഹമാസിൻ്റെ നേതാക്കളെയൊക്കെ പാർപ്പിച്ചിരുന്ന ഒരു സുഖവാസ കേന്ദ്രമായിരുന്നു. അപ്പോൾ ഖത്തറിനോട് US ആവശ്യപ്പെട്ടു എന്നാണ് അറിയുന്നത്. അതായത് മര്യാദയ്ക്ക് അവിടെയുള്ള ഹമാസിൻ്റെ ബാക്കി നേതാക്കളെയൊക്കെ പറഞ്ഞയച്ചോളണം എന്നുള്ള രീതിയിൽ ഖത്തർ അത് അംഗീകരിച്ചു എന്നും പറഞ്ഞിട്ടുള്ളൊരു വാർത്തയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. യെസ് ജസീം. അതെ. അപ്പോൾ ഖത്തർ ഈ ബൈഡന്റെ സമയത്ത് ബൈഡൻ ആ, ഖത്തറിനെ ഒരു ഈ ഹമാസ് പോലുള്ള തീവ്രവാദ സംഘങ്ങളുമായിട്ട് ഒരു മീഡിയേറ്റർ ആയിട്ട് കരുതിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു, ഖത്തറിന് ഭയങ്കര സപ്പോർട്ടായിരുന്നു ബൈഡന്റെ അവരുടെ അധികാരികളൊക്കെ. പക്ഷേ ഇപ്പോൾ എന്തായാലും അടുത്ത ആള് ബൈഡൻ അല്ലാന്ന് അറിയാം. പിന്നെ അമേരിക്കയിൽ പൊതുവിൽ ഖത്തറിനെ കുറിച്ചുള്ള അഭിപ്രായം ഡെമോക്രാറ്റുകൾക്കിടയിലും റിപ്പബ്ലിക്കൻസിന്റെ ഇടയിലും മോശമാണ്. കാരണം ഖത്തർ ഇതിൽ ന്യൂട്രൽ അല്ല എന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഖത്തറിന്റെ അൽ ജസീറ പോലുള്ള പത്രങ്ങൾ, പിന്നെ ഖത്തർ ഇത്തരം താലിബാൻ ഇതുപോലത്തെ ടീമുകളുമായിട്ടാണ് ഒരു അടുപ്പം കാണിക്കുന്നത്. ഇതൊക്കെ അമേരിക്കയ്ക്ക് അത്ര പിടിയില്ല. എന്താ പറയുക, അവർക്ക് അവരുടെ ഏറ്റവും അടുത്ത രാജ്യം, സൗഹൃദമുള്ള രാജ്യമായിട്ടുള്ള ഇസ്രായേലിനെതിരെ ഇതുപോലത്തെ തീവ്രവാദ സംഘങ്ങൾക്ക് ഇതുപോലത്തെ ഒളിയിടം ഒരുക്കുന്നതിൽ അവരുടെ തന്നെ ഖത്തർ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സുരക്ഷയിൽ നിൽക്കുന്ന രാജ്യം അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞത് അമേരിക്കക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ഇങ്ങനൊരു വിഷയം അവിടെ ഉണ്ട്. അപ്പോൾ അതിന്റെ ഒരു പരിണത ഫലമാണ് ഇനി അവിടുന്ന് അവരെ ഒഴിവാക്കുക. ഇത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു, ഇത് നേരത്തെ തുടങ്ങിയ പ്രോസസ്സായിരുന്നു. അവിടുന്ന് ഒഴിവാക്കണമെന്ന് അല്ലെങ്കിൽ അവിടുന്ന് പോകണമെന്ന് ഖത്തർ തന്നെ ഇവരോട് പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെയാണ് ചിലരൊക്കെ ഇപ്പോൾ പോയിട്ട് ഇപ്പോൾ ഇറാനിലൊക്കെ താമസിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി അറിയില്ല, എന്തായാലും ഖത്തർ ഇതിനെ നിഷേധിച്ചിട്ട് ഇടയ്ക്ക് ഒരു പ്രസ്താവന ഇറക്കി. ഇങ്ങനെ രേഖാമൂലമൊന്നും അവർ പറഞ്ഞിട്ടില്ല, ഇത് മുൻപുള്ളൊരു പ്രസ്താവനയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മിക്കവാറും ട്രംപ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആയിരിക്കും. കാരണം ഹമാസ് ഇതുപോലത്തെ ഒരു കൃത്യം ചെയ്തിട്ട് ഇനി അവർക്ക് ഖത്തറിൽ ഇരിക്കാൻ പറ്റും, അതും അമേരിക്കൻ സുരക്ഷ കൊടുക്കുന്ന രാജ്യത്ത് ഇരിക്കാൻ പറ്റും എന്ന് ട്രംപിന്റെ കീഴിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അത് മാത്രമല്ല, ഇതിൽ വേറൊരു കാര്യമുണ്ട്. നമുക്ക് മുന്നേ ഒരു ഖത്തർ ഉപരോധം മിഡിൽ ഈസ്റ്റിൽ വന്നതിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ തന്നെ മിഡിൽ ഈസ്റ്റിലുള്ള ബാക്കി രാജ്യങ്ങളെല്ലാം തന്നെ US-ഉമായിട്ടും ഇസ്രായേലുമായിട്ടും മികച്ച റിലേഷനാണ് അവർ കൊണ്ടു നടക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വീണ്ടും ഇതുപോലുള്ള നീക്കങ്ങൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളോട് അവർ അംഗീകരിച്ച് മുന്നോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ, അത് ഖത്തറിന് തന്നെയാണ് വിനയായിട്ട് വരിക. ഖത്തറിൻ്റെ ബിസിനസ് പ്രോസ്പെക്ട്സിനെയാണ് അത് ബാധിക്കുക. കാരണം അത് വല്ലാതെ അന്ന് പ്രസിഡൻ്റ് ആക്കിയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഒരു ഇൻ്റർനാഷണൽ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു അക്കൗണ്ടബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്ന ഒരു കാര്യം, അതെങ്ങനെയാണ് രാജ്യങ്ങളെ നേർവഴിക്ക് കൊണ്ടുവരിക. നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇന്ത്യ ഒരു ഹിന്ദു താലിബാൻ ആകില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം അതാണ്. ഇന്ത്യക്ക് ഒരിക്കലും നമ്മൾ കാണുന്ന പോലെ ഇപ്പോൾ ഈ ഗാസയിലെ ഒഫീഷ്യൽസ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ആ തീവ്രവാദികൾ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ താലിബാൻ ചെയ്യുന്ന പോലെ, പാകിസ്ഥാൻ ചെയ്യുന്ന പോലെ, ബംഗ്ലാദേശ് ചെയ്യുന്ന പോലെയൊന്നും ഇന്ത്യക്ക് ഒരിക്കലും നിൽക്കാൻ കഴിയില്ല. കാരണം നമ്മളെപ്പോഴും ഒരു ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ളൊരു രാജ്യം കൂടിയാണ്. പ്രത്യേകിച്ച് നമ്മളെ നാഷണലിസ്റ്റിക് വ്യൂ പോയിൻ്റ് പോലും എടുത്തു വെക്കുമ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു എലമെൻറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ വിശ്വഗുരു എന്നൊക്കെ പറയുന്ന രീതിയിൽ സ്വയം അതിനകത്ത് തള്ളി നടക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് അങ്ങനെ ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടെന്ന് ഞാൻ പറയാം. എന്ന് വെച്ചാൽ അത് ആ ഒരു ഗുഡ് ഇമേജ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമാണ് ഇതുപോലെ ഒരു അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ജയ്ശങ്കറിനെ പോലെയൊക്കെയുള്ള ആളുകൾ കറങ്ങി നടന്നിട്ട് പല കാര്യങ്ങളും അഡ്രസ്സ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അവിടെ എപ്പോഴും അവർ എംഫസൈസ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ശരിയാണ്, നമുക്ക് തെറ്റ് പറ്റിയിട്ടില്ല, നമ്മൾ ഇന്നതാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങളുമായിട്ട് നല്ല റിലേഷൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, ബിസിനസ് ബിൽഡ് ചെയ്യാനുള്ള ശ്രമം, ഇതെല്ലാം അവിടെ നടക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ഹിന്ദുരാഷ്ട്രം എന്ന് പറയുന്ന സാധനം എത്രത്തോളം സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു സാധനമാണെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം അതാണെന്ന് നമ്മൾ പറയാറുണ്ട്. അതേസമയം ഇതിവിടെ സംഭവിക്കുന്നു. കാരണം എന്താണ്, ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ വേൾഡ്ലി അഫയേഴ്സ്, അതിനകത്തുള്ള കാര്യങ്ങളല്ല, അവർക്ക് എപ്പോഴും മരിച്ചു കഴിഞ്ഞിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിങ്ങൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാനുള്ളത്. അതിനൊക്കെയുള്ള ഏറ്റവും മികച്ച ഉദാഹരണങ്ങളാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന ഹമാസ് വിഷയം പോലും, അല്ലെങ്കിൽ താലിബാനൊക്കെ നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ US ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇനി ആര് തന്നെ ആയാലും, പ്രത്യേകിച്ച് US ആകുമ്പോൾ ഇതിലിനി മറിച്ചൊരു തീരുമാനം എടുത്ത് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. പക്ഷേ ഇതിനകത്തൊരു ട്വിസ്റ്റ് വന്നിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ആ ട്വിസ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് പറഞ്ഞിട്ടൊരു വാദം കൂടി വന്നിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചിരുന്നോ? ഇങ്ങനെ ഈ
ഖത്തറിനോടുള്ള US അതായത് US ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഖത്തർ ഈ മീഡിയ അവിടെ വേറൊരു വാദം കൂടി അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതും ഇവിടെ ഒരു വാർത്തയായിട്ട് നമ്മൾ ഹമാസിനെ അങ്ങനെ വിടും എന്ന് പറയുന്നത് അത് വെറുതെയാണ്, അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിവിടെ ഒരു വാർത്തയായിട്ട് കണ്ടു. ഖത്തറി മീഡിയ റിപ്പോർട്ട് ഡിനൈസ് ഹമാസ് ഓർഡർ ടു ലീവ് ദോഹ, ഒഫീഷ്യൽസ് ടെൽ ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ഫോൾസ് എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത. അപ്പോൾ ഇതിൽ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ആളുകൾ, അതായത് however an Arab official tells the Times of Israel that the Al Arabi report is false, calling it a smoke screen put on by sources who do not support the decision to oust Hamas. ഹമാസിനെ പുറത്താക്കുന്ന തീരുമാനത്തോട് യോജിക്കാത്ത ആളുകൾ ഇതിനകത്തൊരു പുകമറ സൃഷ്ടിക്കാം, ഇത് നടന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട്. ഇതിന് അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരു ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഒരു ഇമേജ് പ്രോബ്ലം ആകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കാര്യമായിട്ട് ഇതിനെ മാറ്റുന്നു. അതിൻ്റെ ഭാഗമാണ് ഇതെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ഡിനയലും കൂടി അവിടെ വന്നിട്ടുണ്ട്. ഖത്തറി മീഡിയ റിപ്പോർട്ട് ഒരു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന സംഗതി. ഇതും ഇവിടെ ഒന്ന് പറഞ്ഞു വെക്കുകയാണ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.